ഈ പള്ളിക്കാര്യത്തിലും അമ്പലക്കാര്യത്തിലും ഒക്കെ വളരെയധികം ശുഷ്കാന്തിയുള്ള എന്നാൽ 4 ചുവരുകൾക്കുള്ളിൽ ഹൈലി ടോക്സിക് ആയിട്ടുള്ള ആരെങ്കിലും നിങ്ങൾക്കറിയാമോ? സ്പിരിച്വൽ നാർസിസത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഈ ആൾക്കാരെ കമ്മിറ്റികളിലും പ്രെയർ ലീഡേഴ്സ് ആയിട്ടും ഒക്കെ നമുക്ക് സമൂഹത്തിൽ കാണാനായിട്ട് സാധിക്കും. എന്നാൽ 4 ചുവരുകൾക്കുള്ളിൽ ഇവരുടെ ഫാമിലിയെ അബ്യൂസ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ഫാമിലി മെമ്പർ ആയിട്ടുള്ള ഈ അബ്യൂസ് ഡയറക്ട്ലി അനുഭവിക്കുന്ന വിക്ടിം അത് തുറന്നു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവർ അവിടെ റിലീജിയനെ ആയുധമായിട്ട് ഉപയോഗിക്കും. ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നുള്ളതല്ലേ? ഞാൻ എങ്ങനെ മോശമാവും? ഞാനെങ്ങനെ തെറ്റായിട്ടുള്ള കാര്യം ചെയ്യും? രണ്ടാമത്തേത്, വാക്യങ്ങളും വാചകങ്ങളും ആയുധമാക്കിയിരിക്കുന്ന ഇവരുടെ പ്രവണതയാണ്. നിങ്ങൾ അവരുടെ ടോക്സിക് ആയിട്ടുള്ള ട്രേറ്റ് എന്തെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ മതപുസ്തകത്തെ കോട്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും വാചകങ്ങളോ വാക്യങ്ങളോ പറഞ്ഞുകൊണ്ട് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുകയായിരിക്കും ഇവർ ചെയ്യുന്നത്. നിങ്ങൾ ആരോപിച്ച കാര്യവുമായിട്ട് ലോജിക്കലി ഫാക്ച്വലി അവർ പറയുന്ന കാര്യത്തിന് ഒരു ബന്ധവും ഉണ്ടാവില്ല. പക്ഷേ അവർ പറയുന്ന വാചകങ്ങൾ അവർക്ക് സൗകര്യപൂർവ്വം മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കും. അതായത് നിങ്ങൾ ആരോപിച്ച കാര്യത്തെ കംപ്ലീറ്റ്ലി നിങ്ങളുടെ തലയിലേക്ക് തിരിച്ചാരോപിക്കുന്ന, നിങ്ങൾ അനുസരണ ഇല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുന്ന ട്രഡീഷണൽ വാല്യൂസിനെ കൂട്ടുപിടിച്ചുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും ഇവർ നടത്തുന്നത്. നീ ഇങ്ങനെ അനുസരണയോട് കാണിച്ച ദൈവകോപം ഉണ്ടാവും, നീ കിടന്ന് നരകിക്കും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ആബ്സല്യൂട്ട് ആയിട്ടുള്ള അടിമത്വവും വിധേയത്വവുമാണ് ഇവർ ആഗ്രഹിക്കുന്നത്. മൂന്നാമത്തേത്, സ്പിരിച്വൽ ഷെയ്മിംഗ് എന്ന് പറയുന്ന ഇവരുടെ ടാക്ടിക് ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ വിശ്വാസമില്ലായ്മയെ, തെറ്റുകളെ ഇവരുടെ ഈഗോ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. നിങ്ങളുടെ ജീവിത രീതിയെ, നിങ്ങളുടെ തീരുമാനങ്ങളെ, നിങ്ങളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ എല്ലാം ഇവർ ക്ലോസ്ലി ജഡ്ജ് ചെയ്യും, ക്രിട്ടിസൈസ് ചെയ്യും. ഇതൊന്നും നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല, നിനക്ക് ഒട്ടും ദൈവഭയമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ നിങ്ങളുടെ മേലെ കൺട്രോൾ എടുക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. സ്പിരിച്വാലിറ്റിയുടെ ഉദ്ദേശം എന്താണ്? സ്പിരിച്വാലിറ്റിയുടെ ഉദ്ദേശം മനുഷ്യർക്കിടയിൽ മനുഷ്യത്വം വളർത്തുക, സഹാനുഭൂതി വളർത്തുക, എമ്പതി വളർത്തുക എന്നുള്ള കാര്യമാണ്. എന്നാൽ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി ഇവിടെ മതത്തെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, അവർക്ക് പവർ എടുക്കാനുള്ള ഒരു ആയുധമായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ ടോപ്പിക്കിനെ പറ്റി കൂടുതൽ അറിയാൻ താഴെ ക്യാപ്ഷൻ മുഴുവൻ വായിക്കുക.